മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പല ആളുകളെയും ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ അബ്ദുൽ സമീദ് സംസ്ഥാനമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പല ആളുകളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സൈഫ് സൈൻലാബ്ദീൻ ചേരുന്നു. സൈഫ്, വി ഡി സതീശൻ ഒറ്റയ്ക്കാണോ അദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്? വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിച്ചേരും. ഇത് കഴിഞ്ഞ് അദ്ദേഹം തിരികെ ഇവിടെ എത്തും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. തിരികെ എത്തിയ ശേഷമായിരിക്കും സ്റ്റേഡിയത്തിലേക്ക് പോവുക എന്നാണ് നിലവിലെ അറിയിപ്പ്. ഒരുപക്ഷെ വിമാനം വൈകുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാറ്റം വന്നേക്കാം. നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോയേക്കാം. ഇവിടെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം മാത്രമേ അദ്ദേഹം പോവുകയുള്ളൂ എന്നാണ് അറിയിച്ചിരുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയൊരു ആവേശം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നത്. ഉടനെ തന്നെ അദ്ദേഹം അവിടത്തേക്ക് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം അദ്ദേഹം തിരികെ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ സമയം ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ നിറഞ്ഞു കവിഞ്ഞു കവിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നേരത്തെ നിലത്തിരിക്കുന്ന ഒരുപാട് പേര് കാണാം. ഒരുപാട് പേര് സ്ത്രീകളടക്കമുള്ള ആളുകൾ വന്ന് നിലത്തൊക്കെ കാത്തിരിക്കുകയാണ്. ഒരു 2-3 മണിക്കൂറായി കാത്തിരിക്കുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നേരിട്ട് കാണാൻ. വി ഡി സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. സതീശന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിക്കൊണ്ട് വലിയ ആവേശഭരിതമായ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരുണ്ട്. അല്പസമയം മുമ്പ് ഈ വേദിയിൽ വി ഡി സതീശൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്ലേ ചെയ്യുന്നു. അദ്ദേഹം നമ്മൾ എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും മതനിരപേക്ഷത എന്ന ആശയത്തോട് നാം വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആളുകൾ വലിയ ആരവം മുഴക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത് കാണാൻ പറ്റും. യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ പല നേതാക്കളും ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. യുവ നേതാക്കൾ പല ആളുകളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നേതാക്കൾ എന്ന് വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നാൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ താഴെത്തട്ട് മുതൽ മുകളിലേക്ക് വരെയുള്ള വിവിധ ലേയേഴ്സിലുള്ള നേതാക്കന്മാർ 2-3 ദിവസം മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് വരികയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കാണുകയും ചെയ്യാം എന്നുള്ളതാണ്. എൻ്റെ കൂടെ ജിൽസിയോടെ ചേരുന്നുണ്ട്. ജിൽസി, എന്താണ് പുറത്ത് നിൽക്കും തോന്നിയ കാര്യം? ആളുകൾ മൊത്തം ഇങ്ങോട്ട് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. നിഷാദ്, അതിനൊരു വലിയ തല്ല് പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആളുകൾ ഇങ്ങോട്ട് കയറുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇന്നത്തെ. പക്ഷേ പല ആളുകളെ നോക്കൂ, നമുക്ക് ഈ നിറഞ്ഞു കവിഞ്ഞ വേദി കാണാം. അവിടേക്ക് ഇനി ഇരിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തും വെച്ച് അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ചിലയിടത്തെങ്കിലും ദുർബലമായ പ്രതിരോധമൊക്കെ മറികടന്നുകൊണ്ട് ആളുകൾ വലിയ രീതിയിൽ ഇങ്ങോട്ട് കയറി വരുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരുപാട് നടന്ന് അലഞ്ഞ് അന്വേഷിച്ചാണ് ഞാനിപ്പോഴെങ്കിലും ഈ വേദിയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത്.